ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഊണിനുള്ള 3 എളുപ്പ വിഭവങ്ങളുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു എഗ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി ഞാൻ 4 പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇനി വേണ്ടത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് വെളിച്ചെണ്ണയും. ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഇങ്ങനെ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വരഞ്ഞു വെച്ചേക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം ഒരു 3 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചൂടായ ഓയിലിലേക്ക് നമുക്ക് കടുകും പെരിഞ്ജീരകവും വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഊണിനൊപ്പം മാത്രമല്ല, പുട്ടിനോ അല്ലെങ്കിൽ അപ്പത്തിനോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് നല്ലൊരു ഒഴിച്ച് കറിയും കൂടെ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പകുതി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം. അതുപോലെ ഒരു ചെറിയ തക്കാളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്. ഇനി ആവശ്യത്തിന് ഓയിൽ. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. എന്നിട്ട് ആ സവാള ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും ടൊമാറ്റോയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടണം. ഇത് 5 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കോണം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രേ വേണ്ടൂ. ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അച്ചാർ കൂടെ ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി ഞാനൊരു 6-7 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കാന്താരി മുളക് നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യമുണ്ട് ഇതിന് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എരിവ് ക്രമീകരിക്കാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ പുളി വേണം. ആവശ്യത്തിന് കായപ്പൊടി. ശരി, നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഈ കറികളൊക്കെ തയ്യാറാക്കാൻ ഞാൻ വെറും 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സമയം ലാഭിക്കുന്നതിനോടൊപ്പം തന്നെ ടേസ്റ്റി ആയിട്ട് ഊണും കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. ഈ ഒഴിച്ചുകറി ചപ്പാത്തി, പൂരി എന്നിവയ്ക്കൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലും നമുക്ക് ഈ ഐറ്റംസൊക്കെ കൊടുത്തയക്കാം. ഇന്നത്തെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.